ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മാർക്കോയും സാഗറും ലോപ്പസും ദർശനം കഴിഞ്ഞ് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. സാറിനെ കൊല്ലാൻ വന്നവരിൽ 2 പേർ കൊക്കയിൽ വീണ് മരിച്ചു എന്നും, പക്ഷേ അതിൽ മൂന്നാമത്തെ ആൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അവരെ പറഞ്ഞു വിട്ടത് പ്രതാപനും മേഘനും ആണെങ്കിൽ കണ്ണൻ സാറ് നടന്നു തുടങ്ങിയ കാര്യം അവൻ പ്രതാപനോടും മേഘനോടും പറയുമെന്നെല്ലാം മാർക്കോ അറിയിക്കുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കണ്ണൻ. തുടർന്ന് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന വേലിൽ ഒരു നിമിഷം കൈവച്ച് ധ്യാനിക്കുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നും നടന്നതെല്ലാം കണ്ണൻ സാറിന് നല്ലതിന് വേണ്ടിയാണെന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അമ്പലത്തിൽ നിന്നും തിരികെ വരുന്ന മോഹിനിയോട് കണ്ണൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലെല്ലാം പ്രതാപനും മുത്തശ്ശിയും സംസാരിക്കുമ്പോൾ അത് കേട്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് മോഹിനി. ശേഷം മഞ്ജുവും മഹിയും ആണെങ്കിൽ മലയ്ക്ക് പോയി തിരിച്ചു വരുന്നവർക്ക് വേണ്ടി ഫുഡെല്ലാം റെഡിയാക്കുന്നു. ശേഷം നിന്റെ അമ്മ ഇനി വിളിച്ചു കഴിഞ്ഞാൽ നീ ഹോസ്പിറ്റലിലാണെന്നും അബോർഷനായെന്ന് ഞാൻ പറയും എന്നെല്ലാം മഹി പറയുമ്പോൾ അത് നല്ല ഐഡിയ ആണെന്നും ഒന്നും അറിയാത്ത ഒരു പാവം കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത ദുഷ്ടതയാണ് എൻ്റെ അമ്മയുടെ മനസ്സിൽ. ഇങ്ങനെ ക്രൂരത ചിന്തിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചെറിയേട്ടത്തിയുടെ കുഞ്ഞ് പോയത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എന്നിട്ടും അവൾ പഠിക്കുന്നില്ലല്ലോ മഞ്ജു എന്ന് മഹി ചോദിക്കുമ്പോൾ അങ്ങനെ അവരെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുകയാണ് അവരുടെ അച്ഛനും മുത്തശ്ശിയും എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഏതായാലും നിന്റെ കുഞ്ഞു പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം മഞ്ജു എന്ന് മഹി പറയുമ്പോൾ കണ്ണേട്ടൻ തിരികെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഏട്ടനും ഏട്ടത്തെയും കൂടി എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകണം. ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് അതൊരു ആശ്വാസമായിരിക്കും എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അനന്തുവേട്ടനും രേഖയൊക്കെ കൂടെ വരുന്നുണ്ടെന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. പിന്നീട് മഹി കണക്ക് കൂട്ടിയതുപോലെ തന്നെ ദുർഗ വീണ്ടും മഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം മഹിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. മഞ്ജു ഇവിടെ അവൾക്ക് ഫോൺ കൊടുക്കാൻ ദുർഗ പറയുമ്പോൾ രാവിലെ മഞ്ജു 1-2 തവണ ഛർദ്ദിച്ചു എന്നും അത് കഴിഞ്ഞപ്പോൾ അവളുടെ അവസ്ഥ വളരെ മോശമായി. ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോഴേക്കും അവളുടെ കുഞ്ഞു പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി പൊട്ടിക്കരച്ചുകൊണ്ട് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദുർഗയാണെങ്കിലും അത് കേട്ട് ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് ദുഃഖം അഭിനയിച്ചിട്ട് പറയുന്നുണ്ട്, ആദ്യം എൻ്റെ മരുമകളുടെ കുഞ്ഞിനെ നീ കളഞ്ഞു, ഇപ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞിനെയും നീ ഇല്ലാതാക്കി. അവളോട് സ്നേഹം അഭിനയിച്ച് നീ എന്തിയാടി അവൾക്ക് കലക്കി കൊടുത്തതെന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ ആരാണ് മഞ്ജുവിനെ വേണ്ടാത്ത പൊടിയൊക്കെ കലർത്തി കൊടുത്തത് എന്നുള്ള കാര്യം ഉടനെ അറിയും. മഞ്ജുവിൻ്റെ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല എന്ന് മഹി പറയുന്നുണ്ടെങ്കിലും പറയുമ്പോൾ അത് കേട്ട് ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. ശേഷം ദുർഗ കരുണയോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെയെല്ലാം കാര്യങ്ങൾ നടന്നു മോളെ. മഞ്ജുവിൻ്റെ വയറ്റിലെ കുഞ്ഞു പോയി, പക്ഷേ അവളുടെ ബ്ലഡ് ടെസ്റ്റിനായിട്ട് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി എങ്ങാനും അതിൽ നിന്നും നമ്മളാണ് പൊടി കലക്കി കൊടുത്തത് എന്ന് അവൾ അറിയുമോ? കേസ് എങ്ങാനും ഉണ്ടാവുമോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അങ്ങനെ കേസ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ മേഘേട്ടൻ നോക്കിക്കോളൂ അമ്മേ. ഏതായാലും അവളുടെ വയറ്റിൽ കുഞ്ഞു പോയല്ലോ, അതിൽ സന്തോഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്നെല്ലാം കരുണയും പറയുമ്പോൾ ഇനി മഞ്ജുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു തിരുത്തി മേഘൻ്റെ വീട്ടിലേക്ക് വിടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. എന്തായാലും ഇനി ഉണ്ണിയും മേഘനുമാണ് കമ്പനിയും തറവാടും ഒക്കെ ഭരിക്കാൻ പോകുന്നത് എന്നും ദുർഗ പറയുന്നുണ്ട്. പിന്നീട് മാർക്കോയാണെങ്കിൽ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ വേലിയിൽ കൈവച്ച് ഒരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശേഷം വീണ്ടും കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് മാർക്കോ പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട് സാറേ. കൊക്കയിലേക്ക് വീണ് 2 എണ്ണം തീർന്നു, പക്ഷേ മൂന്നാമൻ ഇപ്പോൾ രക്ഷപ്പെട്ട ഹോസ്പിറ്റലിലാണുള്ളത്. അവൻ നമുക്കിപ്പോൾ ഒരു തലവേദനയായിരിക്കുകയാണ്. അവൻ ഇനി എല്ലാ കാര്യങ്ങളും മേഘനോടോ പ്രതാപനോടോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറ് നടന്ന കാര്യം അവരറിയും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവരത് അറിയുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ നമ്മളാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവന് മാത്രമേ അറിയൂ എന്ന് കണ്ണൻ പറയുമ്പോൾ അതിനൊരു വഴിയുണ്ട് സാറേ. മേഘനും പ്രതാപനും ഇപ്പോൾ ആ ഗുണ്ടകളുടെ വിളിയും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. ഒരിക്കലും അവന്മാരെ തിരക്കി മേഘനോ പ്രതാപനോ ചെല്ലരുത്. അതിനു മുൻപ് അവന്മാരെ പറഞ്ഞു വിട്ട് കൊള്ളയാളികളുടെ വിളി അവരെ തേടി ചെല്ലണം. എങ്കിൽ മാത്രമേ അവർ നമ്മൾ തീർന്നു എന്ന് കരുതി അവർ കുറച്ച് സമയം കൂടി സന്തോഷിക്കട്ടെ. അങ്ങനെ സാറിനെ കൊല്ലാൻ വിട്ടവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെ ഇതിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ മേഘനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ കണ്ണനും മാർക്കോയും കൊക്കയിൽ വീണ് മരിച്ചു. ഇപ്പോൾ ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നത് സാഗറാണ്. കണ്ണൻ്റെയും മാർക്കോയുടെയും തല മൃഗങ്ങളൊക്കെ കൊണ്ടുപോയി. അതുകൊണ്ട് ഇനി ആരും ഒന്നും അറിയാൻ പോകുന്നില്ല എന്നെല്ലാം മാർക്കോ ഇങ്ങനെ ഗുണ്ടയാണ് വിളിക്കുന്നുള്ള രീതിയിൽ പറയുമ്പോൾ
അതെല്ലാം വിശ്വസിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പം മേഘൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാനും ആ വാർത്ത കണ്ടിരുന്നു. മലയ്ക്ക് പോയ 2 അയ്യപ്പന്മാർ കൊക്കയിൽ വീണു മരിച്ചു എന്നുള്ള കാര്യം. അത് കണ്ണനും മാർക്കോയും തന്നെയാണോ എന്നെനിക്ക് സംശയം തോന്നിയിരുന്നു. ഞാൻ എന്തായാലും നിന്റെ വിളിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇനി നീ എന്നെ ഫോണിൽ വിളിക്കുകയൊന്നും വേണ്ട. ഇതിപ്പോൾ ഇനി മഹാലക്ഷ്മി എങ്ങാനും ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ പോലീസിന് ഒരു തുമ്പും കിട്ടരുത് എന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോയാണെങ്കിൽ അത് കേട്ട് ശരിക്കും ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മേഘനും പ്രതാപനും കൂടിയിട്ട് തന്നെയാണ് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള കാര്യവും മാർക്കോ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോയാണെങ്കിൽ കണ്ണനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ ഒക്കെ ശരിയാണ് സാറേ. ആ മേഘനും പ്രതാപനും തന്നെയാണ് സാറിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട്, കൊടുങ്കാട്ടിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയുമ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതിന് നല്ലൊരു പണി അവർക്ക് കൊടുക്കണമെന്നും മാർക്കോ പറയുന്നുണ്ട്. ശേഷം മേഘം പ്രതാപനോടായിട്ട് പ്രതാപനെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അങ്കിളെ, ഇത്തവണ നമ്മൾ ജയിച്ചു എന്ന് പറയുമ്പോൾ എന്താ മേഘ, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ കണ്ണനും മാർക്കോയും പോയി എന്ന് പറഞ്ഞുകൊണ്ട് മതിമറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ മേഘൻ. നമ്മൾ പറഞ്ഞു വിട്ടവരിൽ ഒരുത്തനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത്. സാഗർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ ഇനി ഇതിലും വലിയൊരു സന്തോഷ വാർത്ത കേൾക്കാനില്ല മേഘ. എത്ര നാളായി ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. അവസാനം നമ്മൾ ജയിച്ചു എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ ദിവസങ്ങളാണ് അങ്കിളെ വരാൻ പോകുന്നത് എന്ന് മേഘം പറയുമ്പോൾ, ഈ സന്തോഷത്തിന് നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം തന്നെ തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം മാർക്കോ കണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാഗർ ചോദിക്കുന്ന, ഒരു പ്രേതക്കളിയാണോ മാർക്കോ നീ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ, ഇത്തവണ അത് ഏതായാലും വേണ്ട, അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ പോലെ അവരെ പറ്റിക്കുകയാണോ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും. അതൊരിക്കലും ഉണ്ടാവരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ അവർ തിരിച്ച് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ മുടന്തെല്ലാം മാറിയതറിയുമ്പോൾ മഹി വല്ലാതെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് വഴിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർ മഞ്ജുവിനെയും മഹയും അറിയിക്കുന്നുണ്ട്. അവരിപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവരാഗ്രഹിച്ച 2 കാര്യങ്ങളല്ലേ നടന്നു കിട്ടിയിരിക്കുന്നത്. ഒന്ന്, മഞ്ജുവിൻ്റെ കുഞ്ഞു പോയി. 2, കണ്ണൻ സാറും ഞാനും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് പറഞ്ഞു വിടാൻ സാധിച്ചു. അങ്ങനെ അവർ മതിമറന്ന് സന്തോഷിക്കട്ടെ. ഇനി വേണം അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി കൊടുക്കാനെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മാർക്കോ ഒരു പ്രവചനം പോലെ പറയുന്നുണ്ട്, ഇനി കമലേശ്വരൻ ഫിനാൻസ് അടക്കി ഭരിക്കാനായിരിക്കും ഉണ്ണി തീരുമാനിക്കുന്നത്. പുതിയ MD ആയിട്ട് അവൻ ഉടനെ തന്നെ ചാർജ് എടുക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ പറഞ്ഞ വാക്കുകൾ സത്യമാവുന്നു. ഉണ്ണി കമലേശ്വരം ഫിനാൻസിൽ എത്തുന്നു. മേഘനാണെങ്കിൽ ജ്വല്ലറിയുടെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്കും ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കണ്ണനും മാർക്കോയുടെയും ശല്യമൊന്നുമില്ല. സാഗർ ഇപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അവരെ എങ്ങനെ വേണമെങ്കിലും തീർക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് അവരുള്ളത്. അങ്ങനെ ഉണ്ണി MD കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നതും ഒരാളവിടെ ചെയറിൽ ഇങ്ങനെ പുറത്തിരിഞ്ഞിരിക്കുന്നത് ഉണ്ണി കാണുന്നുണ്ട്. അപ്പോൾ അയാളോടായിട്ട് പറയുന്നുണ്ട്, താൻ ആരാടോ, താൻ എന്തിനാ ഇവിടുത്തെ കസേരയിൽ കയറിയിരിക്കുന്നത്, ഇനി ഞാനാണ് ഈ കമലേശ്വരൻ ഫിനാൻസിൻ്റെ MD എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിമിഷം തന്നെ കണ്ണൻ ഉണ്ണിയുടെ മുന്നിലേക്ക് തിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെ കാണുന്നതും ശരിക്കും ഞെട്ടി വിറിച്ച് നിൽക്കുകയാണ് കേട്ടോ ഉണ്ണി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്